പിന്നെ ഒരൊറ്റ കാര്യം, എന്തൊരു ഇതെങ്ങനെ പാടുന്ന, രണ്ടുപേര് ചുറ്റും കിടന്ന് കറങ്ങി ഡാൻസ് ചെയ്യുന്ന ഇറ്റ്സ് എ ടഫ് ജോബ്. അവര് വരിയായിരുന്നു എനിക്ക് പേടി. ഇവരിങ്ങനെ ചുറ്റും ഇങ്ങനെ പോകുമ്പോഴേ കോൺസെൻട്രേഷൻ പോവും. വെരി ഡിഫിക്കൽട്ട്. അപ്പൊ അതൊരു ടെസ്റ്റ് ആണല്ലേ. ഞങ്ങള് കുറച്ചുകൂടെ ടഫറാക്കാൻ വേണ്ടിട്ട്. പക്ഷെ ചെയ്ത് ഡെയിൻ നല്ല ഇംപ്രൂവ് ആയി. മീനാക്ഷി ഭയങ്കര രസാ. മീനാക്ഷിനെ കുറിച്ച് പറയണ്ടെന്നാണ് പറയുന്നത്. അതല്ലായിരുന്നു അവന്റെ പ്രോത്സാഹനം. ഞാൻ ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം വന്ന് ഡാൻസ് ചെയ്തപ്പോ നിങ്ങൾ എല്ലാരും നല്ലതാന്ന് പറഞ്ഞില്ലേ, പിടിച്ചില്ല കുശിബോ. പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, 2 പാട്ട് കഴിഞ്ഞതോടുകൂടി 3ാമത്തെ പാട്ടില് ഡെയിൻ ആരായി? സ്റ്റാറായി. ഞാൻ കേട്ട പ്രശ്നമാണ്. സോറി, സ്റ്റാറായി എന്നാണോ? ഞാൻ ചാറായി കേട്ടത്. സ്റ്റാറായി, അതാ പറയണേ. അപ്പൊ ഉള്ളിലെ കലാകാരൻ പുറത്തേക്ക് വന്നോണ്ടിരിക്കുക. ഒരു ഡൗട്ട് അതും കൂടി ചോദിച്ചിട്ട്, രമ്യ വീട്ടിലും ഇങ്ങനെ ഭയങ്കര അടിപൊളിയാണോ? വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോ അഴച്ച് പൊളിച്ച് അങ്ങോട്ട് പാടുന്ന ഒരു അത്യാവശ്യം പാടുന്നുണ്ട്. ഡാൻസ് ഇവരൊക്കെ വന്നപ്പോ കൂടെ ഡാൻസ് ചെയ്തെന്നുള്ളു. പക്ഷെ പാട്ടിൽ ആ നല്ല വൈബുണ്ടായിരുന്നു. ഞാൻ പാടുമ്പോഴും അങ്ങനെ തന്നെ പാടി പഠിക്കുന്നേ. പാട്ടിന്റെ ആ പാട്ട് എന്താണ് ആവശ്യപ്പെടുന്നത് അത് കൊടുക്കാം. അങ്ങനെയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ചിരിച്ചു തന്നെ ഇവിടെ വന്നതിന് ശേഷം കിട്ടിയത് അത്. ശരി, അതും അറിയാൻ മറന്നുപോയി. ഇവർ ആദ്യത്തെ പാട്ട് പാടുമ്പോ തൊട്ടേ പറയുന്നുണ്ട് ചിരിച്ചിട്ട് വേണം പാടായിരുന്നു. ഗ്രൂമേഴ്സ്, അതെനിക്ക് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയതാ. മുന്നേ അങ്ങനെ അല്ലായിരുന്നു. എന്നെ അത്ഭുതം തോന്നുന്നു. നമ്മള് പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ അല്ലേ. ഇപ്പൊ മാറ്റം വന്നു അല്ലേ? ഒരുപാട് മാറ്റം.